നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ ലാലിഗ കിരീടത്തിന് തൊട്ടരികിൽ. ഇന്നലെ ഒസാസുനയെ 2-1 പരാജയപ്പെടുത്തിയതോടുകൂടി 14 പോയിന്റ് ലീഡായി കഴിഞ്ഞിട്ടുണ്ട്. അവർക്കിപ്പോൾ ലാലിഗ ടേബിളിൽ, അതായത് റയൽ മാഡ്രിഡിന് 33 കളിയിൽ നിന്ന് 74 പോയിന്റ് ആണെങ്കിൽ 34 കളികളിൽ നിന്ന് 88 പോയിന്റാണ് ഇപ്പോൾ FC ബാഴ്സലോണക്കുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ റയൽ മാഡ്രിഡ് എസ്പാനിയോളിനോട് വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് കിരീടം സ്വന്തമാക്കാം. അതല്ലെങ്കിൽ പിന്നെ എൽ ക്ലാസിക്കോയിൽ റയലിനെ തോൽപ്പിക്കുകയാണെങ്കിൽ ബാഴ്സക്ക് അപ്പോൾ തന്നെ കിരീടം സ്വന്തമാക്കാം. സോ ബാഴ്സ ഇതാ കിരീടത്തിന് തൊട്ടരികിലേക്ക് എത്തിയിരിക്കുന്നു എന്നർത്ഥം. 2-1 ഒസാസുനയെ തോൽപ്പിക്കുമ്പോൾ ബാഴ്സയ്ക്ക് വേണ്ടി റോബർട്ട് ലെവൻഡോസ്കിയും ടോറസുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഒസാസുനയുടെ ഗോൾ ഗാർഷ്യയുടെ വകയായിരുന്നു. ഒസാസുനയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ FC ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ റോബർട്ട് ലെവൻഡോസ്കിയും റൂണിയും ഓൽമോയും ലോപ്പസും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. എന്നാൽ കളിയുടെ ആദ്യ പകുതിയിൽ ഗോളുകളൊന്നും പിറന്നില്ല. രണ്ടാം പകുതിയുടെ അവസാന ഘട്ടത്തിലാണ് ഇരു ടീമുകളും ഗോളുകൾ കണ്ടെത്തുന്നത്. കളിയുടെ 81-ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. മാർക്കസ് റാഷ്ഫോർഡിൻ്റെ അസിസ്റ്റിൽ നിന്ന് റോബർട്ട് ലെവൻഡോസ്കി പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ 86-ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ബാഴ്സലോണ വിജയത്തോടടുത്തു. ഒടുവിൽ ഒരു ഗോൾ 88-ാമത്തെ മിനിറ്റിൽ റൗൾ ഗാർഷ്യ ഒസാസുനക്കായിട്ട് മടക്കിയടിച്ചു. ഏതായാലും ബാഴ്സലോണ ഇതാ കിരീടത്തിന് തൊട്ടരികിലേക്ക് എത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.